തനിക്ക് ദേവസ്വം മന്ത്രിസ്ഥാനം നൽകിയില്ലെന്ന് പരാതി പറയുന്നവർ സമൂഹത്തിൽ വിഷം കലർത്തുന്നവരെന്ന് OR കേളു. എന്നാൽ വരേണ്യ ചിന്ത കൊണ്ട് നടക്കുന്നവർ ഇപ്പോഴുമുണ്ട്. വന്യജീവി ശല്യം കുറയ്ക്കാൻ കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. മന്ത്രി ആകാൻ വേണ്ടി പോകുന്നു, മനസ്സിലൊരു ആശങ്കയുണ്ട്. പിന്നെ കുറെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. ആശങ്ക എന്ന് പറയുമ്പോൾ രണ്ട് വർഷമാണ് നമ്മൾ ചുരുങ്ങിയത് നമ്മുടെ മുമ്പിലുള്ളൊരു സമയം എന്ന് പറയുന്നത്. ആ 2 വർഷം കൊണ്ട് നമുക്ക് പ്രതീക്ഷയ്ക്കൊത്ത് അല്ലെങ്കിൽ എൻ്റെ ഒരു ഭാവനയ്ക്കൊത്ത് ചെയ്യാനുള്ള സമയമില്ല എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷെ എന്നാലും വയനാട്ടിലെ ഇപ്പോൾ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് വന്യമൃഗ ശല്യം. അതോടൊപ്പം തന്നെ അവിടെ രാത്രികാല നിരോധനത്തിൻ്റെ വിഷയമുണ്ട്, ചുരമില്ലാത്ത മതലിന്റെ വിഷയമുണ്ട്, വയനാട്ടിലെ തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ ജീവിത വിഷയങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ നമ്മളെല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന വയനാടിൻ്റെ മെഡിക്കൽ കോളേജിൻ്റെ ഒരു പൂർണ്ണത ഒരു വിഷയമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വയനാട്ടിലെ ഒരു മന്ത്രിയായി വരുമ്പോൾ വയനാട്ടിലെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. അപ്പോൾ ആ പ്രതീക്ഷകളൊക്കെ എങ്ങനെ നടപ്പാക്കി കൊടുക്കുമെന്നുള്ള ഒരു ആശങ്കയാണ് കാര്യമായിട്ട് മനസ്സിലുള്ളത്. വന്യമൃഗ ശല്യവും ഇപ്പോൾ വയനാട്ടിൽ മാത്രമല്ല, ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യയിൽ മൊത്തത്തിൽ ഒരു വന്യമൃഗ ശല്യം അതിരൂക്ഷമാണ്. അത് നമ്മൾ കാണാതിരുന്നുകൂടാ, ഭരണകർത്താക്കൾ കാണാതിരുന്നുകൂടാ. അത് കൂടുതൽ അപകടങ്ങൾ മാത്രമേ വരുത്തി വെക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച 25 വർഷം കഴിഞ്ഞു. വൈൽഡ് ലൈഫ് ആക്ട് 72 നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കാലാനുസൃതമായിട്ടുള്ള മാറ്റം ഈ ആക്ടിലും ഈ നിയമത്തിലും നമ്മൾ അടിയന്തരമായി കൊണ്ടുവരൽ മാത്രമേ ഇതിന് ശാശ്വതമായിട്ടുള്ള മാർഗമുള്ളൂ. ഇപ്പോൾ ഒരു മന്ത്രിയോ ഒരു MLA യോ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാൻ സാധിക്കില്ല എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അത് നിയമപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ കൂട്ടായിട്ട് 72 വൈൽഡ് ലൈഫ് ആക്ടിൽ പുതിയ അമെൻമെന്റ് കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളും അതാത് സ്റ്റേറ്റ് ഗവൺമെന്റുകളും എടുക്കൽ മാത്രമേ ഒരു കരണീയമായിട്ടുള്ള മാർഗമുള്ളൂ. അല്ല, ഇപ്പോൾ നിലവിലും നിയമമുണ്ടല്ലോ, സ്വന്തം വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് മരങ്ങൾ മുറിക്കുന്നതിന് ഒരു എതിർപ്പൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. അത്തരം കാര്യങ്ങൾക്ക് ഇപ്പം നിലവിലെ നിയമമുണ്ട്. അതേസമയത്ത് വീട്ടിൽ തെക്ക് മുറിക്കുന്നതിന് മാത്രമാണ് ചില നിബന്ധനകളുള്ളത്, അല്ലാതെ വേറെ വിഷയങ്ങളൊന്നുമില്ല. അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും ഇളവുകളോ ലഭ്യകരണമോ അങ്ങനെ എന്തെങ്കിലും അത് അവരുടെ ആവശ്യത്തിന് അതെ. അല്ല, നമ്മളിപ്പോ സ്വന്തം ഇടത്തിലെ സ്വന്തം പറമ്പിലെ ഒരു മരം മുറിക്കുന്നു ഒരു വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട്, നമുക്കതിൽ ഗവൺമെന്റിന്റെ നിരോധനമൊന്നുമില്ല. അതേസമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പം മരങ്ങൾ മുറിച്ച് കൊണ്ടുപോകുമ്പോൾ മറക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ പാസും മറ്റു കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് വേണം. അത് പറയുന്നത് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മരം മുറിച്ച് നമ്മൾ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അനധികൃതമായിട്ടുള്ള മരങ്ങൾ കൊണ്ടുപോകും എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ നിയമം നേരത്തെ ഉള്ളത്. അല്ലാതെ അതൊരു നിയന്ത്രണമൊന്നും നിലവിലില്ല. മറ്റൊരു കാര്യം, മന്ത്രിയായിട്ട് വരുമ്പോൾ ദേവസ്വം വകുപ്പെങ്കിലും ഭരണമായിരുന്നു എന്നുള്ള ഒരു ആവശ്യം പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നത്. എന്തുകൊണ്ടാണ് ഒരു പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് വരുന്ന ആളായതുകൊണ്ടാണോ അങ്ങനെ ഒഴിവാക്കി നിർത്തുന്നത്? ആ തരത്തിലൊക്കെ ചോദ്യങ്ങൾ കഴിഞ്ഞ സംവിധാനത്തിലടക്കമുള്ളവർ അക്കാര്യത്തിൽ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. ചിലരുടെ എന്താ? അതെ, എനിക്ക് അങ്ങനെ ചോദിക്കുന്ന അവരോട് പറയാനുള്ളത് എന്താണ് അതിന്റെ ലോജിക്ക് അവർ പറയണം. അപ്പൊ അതിന്റെ ലോജിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന്റെ മറുപടി നമ്മൾ പറയും. ഞാൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ. കഴിഞ്ഞ 3 വർഷക്കാലം ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്ത ആരാ? ഇപ്പോൾ ഒരാഴ്ച മുമ്പ് ആരാ കൈകാര്യം ചെയ്തത് കേരളത്തിന്റെ ദേവസ്വം ബോർഡ്? ആ വകുപ്പ് കൈകാര്യം ചെയ്തതെന്ന് ആരാ? ഈ പറയുന്ന ഗീതാനന്ദൻ കാണുന്നില്ലേ? അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ നേതാക്കന്മാർ കാണുന്നില്ലേ? അത് എന്ത് പറയാ, ഇത്തരം ആൾക്കാരാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മുടെ സമൂഹത്തിലെ ജാതിയും മതവും അന്ധവിശ്വാസങ്ങളും ഈ ചേരിതിരിവൊക്കെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ പറയുന്ന ആൾക്കാരാണ്.